Hello everyone and welcome back. I am Ilhan. സാധാരണ നമ്മൾ മൺഡേ വീഡിയോ ഇടാറില്ല, നമ്മൾ വെനസ്ഡേ സാറ്റർഡേ മാത്രമേ വീഡിയോസ് ഇടാറുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്നൊരു തോന്നൽ വന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രീ പ്ലാൻസിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ ഒത്തിരി വ്യൂസും അതുപോലെ തന്നെ ഒത്തിരി പുതിയ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ചാനലിൽ വന്നു. അപ്പോൾ അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഒരുപാട് വിഷമവും ഉണ്ട്. കാരണം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തു കേട്ടോ ഫ്രീ പ്ലാൻസിന് വേണ്ടിയിട്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയധികം ആളുകൾ മെസ്സേജ് ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് അധികം പ്ലാൻസ് ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് പ്ലാൻസ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ച അത്രയും പ്ലാൻസ് ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സാറ്റർഡേ വീഡിയോ ഇട്ട് ഒരു 2 മണിക്കൂറിനകം തന്നെ എല്ലാ പ്ലാൻസും നമ്മൾ കൊടുത്തു കഴിഞ്ഞിരുന്നു കേട്ടോ. ഒത്തിരി പേര് മെസ്സേജ് അയച്ചു. വീഡിയോ ഇട്ടപ്പോൾ തന്നെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്ര പെട്ടെന്ന് തന്നെ പ്ലാൻസ് ഒക്കെ തീർന്നു പോയി. പിന്നീട് വന്ന് കുറേ പേരുടെ അടുത്ത് എനിക്ക് പ്ലാൻസ് ഇല്ല എന്ന് വളരെ വിഷമത്തോടുകൂടി എനിക്ക് പറയേണ്ടി വന്നു. ചിലരുടെയൊക്കെ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നി. കാരണം ഒട്ടും പ്ലാൻസ് അല്ലേ ചേച്ചി, ഒരു പ്ലാന്റെങ്കിലും കിട്ടിയിരുന്നു നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് അങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയധികം പേർക്ക് പ്ലാൻസ് ആവശ്യം ഉണ്ടായിരിക്കുമെന്നോ അല്ലെങ്കിൽ ഇത്രയധികം പേര് മെസ്സേജ് അയക്കുമെന്നോ ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ തന്നെ പ്ലാൻസ് ഒക്കെ വളർത്തിക്കൊണ്ട് പോകാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. പക്ഷെ ഒത്തിരി പേര് ആവശ്യക്കാരുണ്ടായിരുന്നു. സാറ്റർഡേ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന മെസ്സേജിനൊന്നും ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം പ്ലാൻസ് തീർന്നു പോയതുകൊണ്ട്. അപ്പം ഞാൻ ഇന്നാണ് പലർക്കും, ഇന്നലെയും സൺഡേ രാത്രിയിലും ഇപ്പോൾ മൺഡേ രാവിലെ ആയിട്ടാണ് മെസ്സേജിന് മറുപടി കൊടുത്ത് തീർത്തത്. അവരോടൊക്കെ ഞാൻ പ്ലാൻസ് തീർന്നു പോയെന്ന് തന്നെയാണ് പറയേണ്ടി വന്നത്. അപ്പോൾ അതിലെനിക്ക് ഒത്തിരി വിഷമമുണ്ട്. സാരമില്ല, ഇനിയും നമുക്ക് നമ്മുടെ കയ്യിൽ പ്ലാൻസ്, ഇപ്പോൾ പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെയൊക്കെ നമുക്ക് സാധാരണ പ്ലാൻസ് ഒക്കെ കിട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ എല്ലാവർക്കും വീഡിയോയിലൊന്നും പറയാറില്ലെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട് ഫ്രീ ആയിട്ട്. അതുപോലെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും അങ്ങനെ ഫ്രീ ആയിട്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ നമുക്ക് പ്ലാൻസ് കിട്ടുന്ന സമയത്ത് ഇനിയും നമ്മൾ ഫ്രീ പ്ലാൻസിൻ്റെ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഇനിയും നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ കിട്ടും. പിന്നെ നമ്മളൊരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നമുക്ക് വന്നു ചേരും എന്നാണല്ലോ പറയുന്നത്. പിന്നെ അതിനുവേണ്ടി നമ്മൾ തീവ്രമായിട്ട് പരിശ്രമിക്കുകയും കൂടി ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമുക്ക് വന്നു ചേരും. ഓക്കെ, അപ്പം ഒത്തിരി പേര് മെസ്സേജ് അയച്ചതിൽ കുറച്ച് പേർക്ക് മാത്രമേ എനിക്ക് പ്ലാൻസ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ഇത്രയും പേർക്കെങ്കിലും കൊടുക്കാൻ പറ്റില്ല എന്ന് ഓർത്തിട്ട്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80 രൂപ കൊറിയർ ചാർജ് വാങ്ങിയിട്ടാണ് ഞാൻ എല്ലാവർക്കും പ്ലാൻസ് അയക്കുന്നത്. അപ്പോൾ 80 രൂപ എന്ന് പറയുമ്പോൾ 1 കിലോ വരുന്നൊരു പാക്കറ്റ് എനിക്ക് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ പ്ലാന്റ്സും, ചിലരൊക്കെ പറഞ്ഞിരുന്നു ചേച്ചി കുറേ വെക്കണേ, ആ പ്ലാന്റിൻ്റെ കുറേ വെക്കണേ, 3-4 എണ്ണം വെക്കണേ എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ചോദിച്ച എല്ലാ ആളുകളും ഒരു 10 പ്ലാന്റെങ്കിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 10 പ്ലാന്റ് 3-4 എണ്ണം വീതമൊക്കെ വെക്കുമ്പോഴത്തേക്കും 2-3 കിലോ ഒക്കെ വെയിറ്റ് ആയി പോവും. അപ്പം ഞാൻ വെച്ചിട്ടില്ല. എല്ലാവർക്കും എല്ലാ പ്ലാന്റ്സിൻ്റെയും ഓരോ കട്ടിങ്സ് അല്ല, ഓരോ പ്ലാന്റും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ എല്ലാവർക്കും തന്നെ വെച്ചിട്ടുള്ളത്. അപ്പം അതിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. കാരണം എല്ലാ പ്ലാന്റ്സും ഓരോ കട്ടിങ്സും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കത് പിടിപ്പിച്ച് വളർത്തി വീണ്ടും പ്ലാന്റ്സ് ഉണ്ടാക്കാമല്ലോ. ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ അങ്ങനെ വെച്ചത് കേട്ടോ. ഒത്തിരി പ്ലാന്റ്സ് വെക്കുമ്പോൾ വെയിറ്റ് കൂടി പോവും, പിന്നെ കൊറിയർ ചാർജ് കൂടുതലായി പോവും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൊറിയർ ചാർജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലുള്ളവർക്കാണ് 80 രൂപ കൊറിയർ ചാർജിൽ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് കേട്ടോ. കേരളത്തിന് പുറത്ത് ആണെങ്കിൽ എന്താ പറയുക, ഇപ്പം തമിഴ്നാട്, കോയമ്പത്തൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ 120 രൂപയ്ക്കാണ് കൊറിയർ പോകുന്നത്. പിന്നെ അതുപോലെ ഹൈദരാബാദ്, കൽക്കട്ട, അങ്ങനെ ഗുജറാത്ത്, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എയർ കാർഗോ ആണ് പോകുന്നത്. മിനിമം കൊറിയർ ചാർജ് അവർ 250 രൂപയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ. പിന്നെ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ DTDC കൊറിയർ ഓഫീസ് എവിടെയാണോ ഉള്ളത് ആ ഓഫീസിൻ്റെ അടുത്തുള്ള പിൻകോഡ് വെക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത പിൻകോഡും ഈ ഓഫീസിലെ പിൻകോഡും ചിലപ്പോൾ വ്യത്യാസം വരാം. ചില സ്ഥലത്ത് സെയിം പിൻകോഡ് തന്നെയായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പിൻകോഡൊക്കെ വെക്കുക, അഡ്രസ്സൊക്കെ വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചിലരൊക്കെ പോസ്റ്റലായിട്ട് അയക്കാമെന്ന് ചോദിക്കുന്നത്, പോസ്റ്റലായിട്ട് ഞാൻ സാധാരണ പ്ലാൻസ് അയക്കാറില്ല. കാരണം സ്പീഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാലും അത് പെട്ടെന്ന് തന്നെ കിട്ടില്ല. കൊറിയർ ഈ DTDC ഒക്കെ വഴി കിട്ടും പോലെ അത്ര സ്പീഡിൽ കിട്ടില്ല. സ്പീഡ് പോസ്റ്റ് എന്നുള്ള ആ ഒരു പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് DTDC മാത്രമേ നമ്മൾ അയക്കുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അടുത്ത ദിവസം നമ്മൾ വെനസ്ഡേ സാറ്റർഡേ ഒക്കെ നമ്മൾ ഡെയിലി പ്ലാൻസ് ഉണ്ടാവും. പിന്നെ 10K ആവുന്ന സമയത്ത് ഞാനൊരു ഗിവ് അവേ വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഗിവ് അവേയിൽ പങ്കെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഗിഫ്റ്റായിട്ട് തന്നെ പ്ലാൻസ് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട്, ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ പ്ലാൻസ് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ സെയിൽ എന്തായാലും ഉണ്ടാവും. സെയിലില്ലേ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. സെയിലുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ പ്ലാൻസ് ആണ് വേണ്ടത്, അതുപോലെ എങ്ങനത്തെ വീഡിയോസ് കാണാനാണ് ഇഷ്ടം എന്നൊക്കെ ഉള്ളതൊക്കെ താഴെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.